my angels. എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കണേ മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നാട്ടിലെല്ലാം സേഫ് ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ന്യൂസിലും എല്ലായിടത്തും നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള സമ്മറാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്, റെക്കോർഡ് ചൂട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം സേഫ് ആയിട്ടിരിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക. എക്സ്ട്രീം വെയിലത്തേക്ക് പോകാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ കുടയായിട്ട് പോവുക, നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് പോവുക. സൺബേൺ ഒന്നും കിട്ടാതിരിക്കാനും സൂര്യതാപം ഏൽക്കാതിരിക്കാനൊക്കെ നിങ്ങൾ മാക്സിമം നോക്കുക കേട്ടോ. ബിക്കോസ് അത്രയും ചൂടാണെന്ന് അറിയാം. അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ പോയി ഇവിടെയും ഭയങ്കര ചൂടാണ്. ബാംഗ്ലൂരൊക്കെ യൂഷ്വലി നമ്മൾ ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തണുപ്പാണ് പണ്ട് ഫീൽ ചെയ്ത് നിന്നത്. ഇപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ബാംഗ്ലൂരായിട്ട് പോലും ഫീൽ ചെയ്യാൻ തോന്നുന്നില്ല. ബിക്കോസ് ഇപ്പോൾ മെജോറിറ്റി ടൈമിൽ നമുക്കിവിടെ ചൂടാണെന്നുള്ളതാണ് സത്യം. ആ ഒരു ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആ ഒരു 3 മാസം മാത്രമാണ് നമുക്ക് കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മളുടെ മൊത്തം ലോകത്തെ ക്ലൈമറ്റ് മുഴുവനും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ കാരണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും എക്സ്ട്രീം ചൂടാണ്. എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ സേഫായിട്ട് വെള്ളമൊക്കെ കുടിച്ച് സൂക്ഷിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ ജയനഗർ ആൻഡ് ടെക്സ് മാർട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഷോപ്പ് ചെയ്ത സാധനങ്ങളുടെ ഹോൾ വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ഹോൾ വീഡിയോ കാണിക്കല്. പണ്ട് നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ബ്രോഡ് വേ ഒക്കെ സ്ഥിരം പോകുന്ന സമയത്ത്, സ്ഥിരമല്ല എന്നാലും പോകുന്ന സമയത്തൊക്കെ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പോകുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ഒത്തിരി ഹോൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേയൊക്കെ മാറിയേക്കണം. പോസ്റ്റ് കോവിഡ് നമ്മളുടെ സ്ട്രീറ്റ് ഷോപ്പേഴ്സ് ഒക്കെ റേറ്റ് എല്ലാത്തിനും കൂട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി കമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊന്നും പോകാൻ പോലും തോന്നാറില്ല ഇപ്പോൾ. ബിക്കോസ് ഒരു സ്ട്രീറ്റിലിരിക്കുന്ന ജ്വല്ലറിക്ക് വരെ 650-700 രൂപയൊക്കെയാണ് വില. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ജ്വല്ലറീസ് കുറച്ച് വില കുറവാണ് കേട്ടോ. ജയനഗർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട്. ഒരു 1.25 മണിക്കൂർ 2 വീലറിൽ തന്നെ പോകാൻ വേണ്ടി എടുക്കും. പിന്നെ അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ജയനഗർ 4th ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് മാതിരിയാണ്. അപ്പോൾ ആ ബിൽഡിംഗ് ഉള്ളിലാണ് നിറച്ച് പല ഇങ്ങനെ ഉള്ളിലേക്ക് കയറി ഇറങ്ങി ഉള്ള കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. അത് A to Z സാധനം അവിടെ കിട്ടും. സൽവാർ, ഡ്രസ്സ്, വെസ്റ്റേൺ വെയർ, ജ്വല്ലറീസ്, ഡെക്കറേഷൻ ഐറ്റംസ്, പൂജ, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം പോയത്. ബ്ലോഗ് ലിങ്ക് കണ്ടു നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയതാണ് ടെക്സ് മാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് റിജക്റ്റഡ് ഉള്ള മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ടെക്സ് മാർട്ടിനെ പറ്റി കൂടുതൽ സംസാരിക്കാം ഞാൻ അതിൻ്റെ വാങ്ങിച്ച സാധനങ്ങളിലേക്ക് എത്തുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ വീഡിയോ തുടങ്ങണേ മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പണ്ടൊക്കെ നമ്മൾ ജെന്യൂൻലി സ്ട്രീറ്റ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒത്തിരി നമുക്ക് വാങ്ങിക്കാൻ തോന്നുമായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പം അങ്ങനെ അധികം വാങ്ങിക്കാൻ തോന്നുന്നില്ല. ഞാനും ഇങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോ എടുക്കാനാണ് പോണത് എന്നുള്ള പൂർണ്ണ ബോധത്തോടെയാണ് ഞാൻ പോകുന്നത്. മിക്കപ്പോഴും ഞാൻ നേരത്തെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കാനുള്ള പോക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ എൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഭയങ്കര കുറഞ്ഞു വന്ന് എനിക്കങ്ങനെ ഒത്തിരി അങ്ങനെ വാങ്ങിക്കണം തോന്നാറില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കൊട്ടക്കണക്കിന് സാധനമൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കൊട്ട വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതാണ് ആ കൊട്ട. ഇത് നിങ്ങൾ വ്ളോഗിനകത്ത് കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ ജയനഗർ 4th ബ്ലോക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഫെസ്റ്റിവൽസിൻ്റെ ഷൂട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് ഷൂട്ട് എടുക്കുമ്പോഴോ ഒക്കെ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഈ കൊട്ടയ്ക്ക് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. വില കൂടുതലാണോ വില കുറവാണോ എനിക്ക് അറിയത്തില്ല. എന്തായാലും ചില കടകളിൽ 120 രൂപയാണ്, ചില കടകളിൽ 100 രൂപയാണ്. അപ്പോൾ ഇതാണ് ഈ 100 രൂപയുടെ കൊട്ട. ഞാനൊരു ക്യാമ്പയിൻ ഷൂട്ടിന് ഒരു പ്രൊഡക്റ്റ് വെച്ചെടുത്തത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. പിന്നെ നമുക്ക് വിഷുവും ഓണമൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് ഇതിനകത്ത് പൂവൊക്കെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊട്ട വാങ്ങിയത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ച സാധനം ഫ്രം ജയനഗർ. ഇനി ഞാൻ സെക്കൻഡ് വാങ്ങിച്ച സാധനം വന്നിട്ട് ഇതുപോലെയൊക്കെ തന്നെ കേട്ടോ. ഞാൻ ഇതിന് അലുക്കുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേക്കുന്നത്. ഭയങ്കര സംഭവമുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. സെക്കൻഡ് തിങ് വന്നിട്ട് ഈ ഒരു ഫേക്ക് മുല്ലപ്പൂവാണ്. ഞാൻ ഫേക്ക് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് അത് പിങ്ക് ചേച്ചിക്ക് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു നേരത്തെ ഫേക്ക് മുല്ലപ്പൂ. അപ്പോൾ അത് ഞാൻ പിങ്ക് ചേച്ചിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്നത് ഞാൻ അങ്ങനെ കൊടുത്തു വിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് പകരം ഞാൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു ഫേക്ക് മുല്ലപ്പൂ. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇത് തുണിയാണ് കേട്ടോ. ആൻഡ് നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, മണമൊന്നുമില്ല, ഒറിജിനാലിറ്റി ഉണ്ട്. ഇതിന് ഒരു സ്ട്രിങ്ങിന് 100 രൂപയാണ്. വേറൊരു ചേട്ടൻ്റെ കടയിൽ 125 രൂപയായിരുന്നുണ്ട്. ആ ചേട്ടൻ്റെ നമ്മൾ കുറേ ചോദിച്ച് 100 രൂപയ്ക്ക് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചേട്ടൻ തന്നില്ല. പക്ഷേ ഇത് എനിക്ക് ആ ചേട്ടൻ്റെ ഇവിടെ ഒരു ജമണ്ടൻസ് ഇതിൻ്റെ അകത്തൊരു കൊളുത്തുണ്ട് കേട്ടോ, ഇങ്ങനെ റിങ്ങും ആദ്യത്തെ കൊളുത്തില്ലേ. അപ്പോൾ ആ ചേട്ടൻ്റെ കടയിലാണെങ്കിൽ ഒരു വലിയ കൊളുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തത് എന്താ ചെയ്യേ വലിയ കൊളുത്ത്. പക്ഷേ വേറെ ഇത് വാങ്ങിയ ചേട്ടൻ്റെ കടയിൽ കൊളുത്തിന് അതിൻ്റെ ആ ഇത് ഡയമീറ്റർ കുറവായതുകൊണ്ട് അത് കാണത്തില്ല. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഈ സാധനം ഇഷ്ടപ്പെട്ടു. 100 രൂപയ്ക്ക് കുഴപ്പമില്ല. ബിക്കോസ് മുല്ലപ്പൂ ഒക്കെ ഇവിടെ നമുക്ക് സീസൺ വരുമ്പോൾ തന്നെ എത്ര രൂപയെന്നറിയോ. നമ്മൾ ആ വിഷു
ഷൂ സീരീസിൻ്റെ സമയത്ത് തന്നെ എത്ര രൂപയുടെ മുല്ലപ്പൂ എന്നറിയാം ഓരോ ദിവസം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ദിവസം ഒരു മുഴത്തിന് 30 രൂപയായിരുന്നു, പിന്നെ അത് 40 രൂപയായി, പിന്നെ അത് 60 രൂപയായി. അപ്പോൾ അങ്ങനെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനാണ്. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മുല്ലപ്പൂ വാങ്ങിക്കാൻ ഓർഡർ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ആ സാധനം. ഓക്കെ. പിന്നെ ഞാൻ കുറേ ചെരുപ്പിൻ്റെ കടകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അമ്മയ്ക്ക് വാങ്ങിച്ച ഒരു ചെരുപ്പാണ് കേട്ടോ ഇത്. അയ്യോ തല തിരിഞ്ഞു പോയി. അമ്മയ്ക്ക് വാങ്ങിച്ച ഒരു ചെരുപ്പാണ് ഇത്. നല്ല ചെരുപ്പാണ് അല്ലേ. എനിക്കിൻ്റെ പാറ്റേൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ സൈസ് കുറച്ച് പ്രശ്നമായിരുന്നു. എൻ്റെ സൈസ് ഒന്നും ഇത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് അമ്മയുടെ കാലെന്ന് പറഞ്ഞാൽ കുഞ്ഞു കാലാണ്. 36 ആണ് അമ്മയുടെ കാലിൻ്റെ സൈസ്, എൻ്റെ 40 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ സൈസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂഷ്വലി എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെ ചെരുപ്പോ അല്ലെങ്കിൽ സൽവാർ മെറ്റീരിയൽസ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ കിരണിൻ്റെ അമ്മയ്ക്കും ഇതുപോലെ തന്നെ സെയിം വാങ്ങിക്കുന്നത്. പക്ഷെ എനിക്കങ്ങനെ കിരണിൻ്റെ അമ്മയുടെ കാലിൻ്റെ സൈസ് എൻ്റെ കാലിനേക്കാളും വലുതാണ്. അമ്മ 40 വേണം. അപ്പോൾ അമ്മയ്ക്കും കൂടി വാങ്ങിക്കാൻ വേണ്ടി നോക്കിയിട്ട് സൈസ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് അമ്മയ്ക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. 300 രൂപയുള്ള ചെരുപ്പിന് നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെരുപ്പ്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു യെല്ലോയിഷ്, ഒരു മഞ്ഞ, ഒരു എന്താ പറയുക, ഒരു യെല്ലോ, മറ്റേ മഞ്ഞളിൻ്റെ യെല്ലോ ഇല്ല, ആ യെല്ലോ, പിന്നെ ബ്ലാക്ക്, പിന്നെ ഒരു മിലിറ്ററി ഗ്രീൻ, പിന്നെ ഈ ഒരു കളർ. ഇത്രയും കളേഴ്സാണ് ഉണ്ടായിരുന്നത്. എനിക്ക് അതിൻ്റെ അകത്ത് ഈ ഒരു ടാൻ കളറാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ആൻഡ് ഓൾസോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു ചെരുപ്പ്. പിന്നെ ഞാൻ വാങ്ങിയത് വന്നിട്ട് ഒരു ബാഗാണ്. ഇത് നമ്മളുടെ വെഡ്ഡിങ് ഫംഗ്ഷൻ അങ്ങനെ എത്തനിക് ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ പോകുന്നൊരു ബാഗാണ്. ഞാൻ ആ കട കാണിച്ചിട്ടുണ്ട്. ടുവേർഡ്സ് ആ ജയനഗറിൻ്റെ ബ്ലോഗിൻ്റെ ടുവേർഡ്സ് എൻഡ് അത് കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ സിലിണ്ടർ ഷേപ്പിലിരിക്കും. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഹാങ്ങിങ് ആണ്. കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള ഹാങ്ങിങ്സ് ആണ്. ഹാങ്ങിങ് അല്ല, ഈ പിടുത്തമില്ലേ ഹാൻഡിൽ, അതിനിവിടെ നല്ല ബീഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ഡീസൻ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഫോൺ ഇടാൻ വേണ്ടി പറ്റും. അതൊക്കെ ഒരു കൺവീനിയൻ്റ് ആണ്. ഇതിന് 250 രൂപയാണ് കേട്ടോ ഇതിന്. പിന്നെ ഇതുപോലെ ഇതിങ്ങനെ നമ്മൾ സാധനങ്ങൾ ഇടുമ്പോഴേ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ തളർന്നു പോകും. ഇതിന് സിലിണ്ടറിക്കൽ ഷേപ്പിൽ തന്നെ ഇരിക്കുന്ന സാധനമുണ്ട്, അതിനൊക്കെ വില കൂടുതലാണ്. 400 രൂപ 500 രൂപ. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒന്നാമതേ നമ്മളുടെ റീൽസിലല്ലാണ്ട് നമ്മൾ ഒരു പരിപാടികൾക്കും നമ്മൾ പോകാറില്ല. അപ്പോൾ അതിന് വേണ്ടി ഇത് ധാരാളമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻ റിയൽ നമ്മൾ കുറേ ഫംഗ്ഷൻസിന് പോകുന്നുണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് യൂസ്ഫുൾ ആയനെ. പക്ഷേ ഇൻ റിയൽ ഞാൻ അങ്ങനെ പരിപാടികൾക്ക് പോകുന്നില്ലാത്തത് കൊണ്ട് എനിക്കിത് തന്നെ ധാരാളം. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തത്. ആൻഡ് ഓൾസോ എനിക്ക് ഇതിൻ്റെ പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റ്സ്. ഈവൻ സന്ധ്യയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു പിങ്ക് ആൻഡ് റെഡ് ഫ്ലവേഴ്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയേ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച അടുത്ത സാധനം ഫ്രം ജയനഗർ. ഇനി അത് കഴിഞ്ഞിട്ട് എന്തുവാ നോക്കട്ടെ. യെസ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ജ്വല്ലറീസാണ് ഞാൻ വാങ്ങിച്ചത്. ഐ വാസ് സോ ഹാപ്പി. ഈ പ്രാവശ്യത്തെ ജ്വല്ലറി പർച്ചേസിങ്ങിൽ ഞാൻ കുറച്ച് ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ കഴിഞ്ഞ തവണയൊക്കെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊന്നും പോയപ്പോഴത്തേക്കും മര്യാദക്ക് ഒരു ജ്വല്ലറീസും കിട്ടിയിട്ടില്ല. ബിക്കോസ് നമ്മളിങ്ങനെ തപ്പുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് തോന്നണ്ടേ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും 650 രൂപ 700 രൂപ 500 രൂപ എന്നൊക്കെ പറയുമ്പോൾ ലിറ്റിൽ ടു മച്ച് ആണ്. ബിക്കോസ് നമുക്കിപ്പോൾ മീഷോയിലാണെങ്കിലും മിന്ത്രയിലാണെങ്കിലും ആമസോണിലാണെങ്കിൽ വരെ നമുക്ക് അഫോർഡബിൾ ജ്വല്ലറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴിയിൽ നിന്ന് തന്നെ നമുക്ക് ഒബ്വിയസ്ലി ബ്രാൻഡൊന്നും അല്ലാത്ത സാധനം നമുക്ക് ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ചില ആൾക്കാർ അവർ 5 പൈസ പോലും കുറയ്ക്കത്തൂല്ല. അപ്പോൾ നമുക്ക് വാങ്ങിക്കാനുള്ള മൂടുമ്പോൾ കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ സുഖം. അതിനാണല്ലോ നമ്മൾ സ്ട്രീറ്റിൽ പോണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ജയനഗർ 4th ബ്ലോക്കിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഞാൻ ജ്വല്ലറീൻ്റെ സ്റ്റോർ ആദ്യമേ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ച ഒരു പ്രിറ്റി ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിംഗ്. ഇത് കുന്തനും പിന്നെ റെഡ് ബീഡ്സും കൂടി വരുന്ന നല്ല രസമുള്ളൊരു കമ്മൽ. ആക്ച്വലി ഞാൻ എന്താണെന്നറിയുമോ, ആ കടയിൽ നിന്ന് എനിക്ക് ഇനിയും സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓർത്ത് അതുപോലത്തെ കട അതിനുള്ളിലേക്ക് നിറച്ചുണ്ടാവുമെന്ന് വിചാരിച്ച്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും 4th ബ്ലോക്കിൽ പോവുകയാണെങ്കിൽ ആ കട, അതായത് ആ ഫ്രണ്ട് നമ്മുടെ പാർക്കിങ്ങിൻ്റെയൊക്കെ ആ ഒരു സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ വരുന്ന ഒരു കടയാണ്. ആ കടയിലുള്ള പോലത്തെ കളക്ഷൻ സത്യം പറഞ്ഞാൽ വേറെ ഒരു കടയിലും ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് വേറെ കടയിൽ പോകണുണ്ടല്ലോ, അപ്പോൾ ഇനി എന്തെങ്കിലും അവിടെ നിന്ന് ഈ സാധനം വാങ്ങിക്കേണ്ടതല്ലേ എന്നുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല എന്നേ. ശരിക്കും ലിറ്ററലി ഈ കടയിൽ ഭയങ്കര സെലക്ഷൻ ഉണ്ടായിരുന്നു. അതും 199, 299, 249 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുന്തനി ഇയറിംഗിനാ. ഇതിനാകെ 299 rupees ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും ഭംഗിയുള്ള ജ്വല്ലറീസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് മാത്രം ഞാൻ വാങ്ങിച്ച് നിർത്തിയതിൽ എനിക്ക് സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ളൊരു മാലയാണ് കേട്ടോ. ആക്ച്വലി ഈ ഡ്രസ്സിൻ്റെ കൂടെ ഭയങ്കര രസത്തിൽ ഇത് പോകും. ഇത് 249 rupees ഉള്ളൂ. ഇതിൻ്റെ പലതരം മാലകളും ഞാൻ ആ വീഡിയോൻ്റെ അത് കാണിക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ഉള്ളത്, ഒറ്റ കളർ ബീഡ്സ്, ബ്ലാക്ക് കളർ ബീഡ്സ്, വൈറ്റ് കളർ ബീഡ്സ് അങ്ങനെ. അപ്പോൾ ഞാൻ മൾട്ടി കളർ ബീഡ്സ് ആണ്. ഇങ്ങനെ ചെറിയ ഭയങ്കര കുഞ്ഞായിട്ടുള്ള മൾട്ടി കളർ, ഇങ്ങനെ നമ്മൾ മേത്തിട്ടാ അറിയത്തില്ല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ജ്വല്ലറിയാണ് ഞാൻ ആ കടയിൽ നിന്ന് 2 വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിച്ചത്
പിന്നെ അവിടെ നിന്ന് തന്നെ 3 ഇയറിങ്ങിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പിൻ്റെ ഒരു ഡിസൈൻ ഉണ്ട്. ആ പാമ്പിനെ കണ്ടാൽ ഞാൻ ആക്ച്വലി വാങ്ങിച്ചത്. എനിക്ക് പാമ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കമ്മലിൻ്റെ മാല മോതിരത്തിലൊക്കെ പാമ്പ് പിന്നെ ഔള് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പാമ്പ് യൂഷ്വലി അങ്ങനെ കാണാറില്ല. അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഈ സ്റ്റഡായിട്ട് ഇട്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കീ ഉണ്ട്, ഐ മീൻ ലോക്ക് ഉണ്ട്, പിന്നെ ഒരു സാധാരണ റിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചത്. ഇതിന് 100 രൂപയാണ് കേട്ടോ ഈ 3 കമ്മലിന്. പിന്നെ നമ്മൾ അവിടുത്തെ കടയിലൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു അലമാര നിറയെ ഇങ്ങനെ കിഡിലൻ വെസ്റ്റേൺ ജ്വല്ലറീസ് എല്ലാം എനി 499 ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് ഈ ഒരു മൾട്ടി ക്രോം വരുന്ന ഒരു ഗോൾഡ് ഔട്ട്ലൈൻ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മൽ. സ്റ്റഡാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ വെസ്റ്റേൺ ഡ്രസ്സിന് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് പോണ സാധനമാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ വന്നിട്ട് ദേ ഇങ്ങനത്തെ ഒരു റെഡ് ചെറി കൈൻഡ് ഓഫ് ഒരു ജ്വല്ലറിയാണ്, ഐ മീൻ സ്റ്റഡാണ്. ഇതും സ്റ്റഡാണ്. നമ്മുടെ വലിയ വൈറ്റ് സ്റ്റഡില്ലേ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുപോലത്തെ അത്രയും വലുതല്ല. ഞാൻ ഇങ്ങനെ പല ഇവൻറ്റിനൊക്കെ ഇട്ടിട്ടുണ്ട്. ചക്ക വലിയൊരു ബീഡല്ല വലിയൊരു വൈറ്റ് പേള്, അതിൻ്റെ ഒരു 1/4 ഭാഗം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ചെറിയ മാതിരി തോന്നി. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. ഗ്രീൻ ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നു, ലാവൻഡർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് റെഡാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ റെഡ് വാങ്ങിച്ച് ഇതൊക്കെ 99 റുപ്പീസ് ഉള്ളൂ കേട്ടോ. ഇതിനൊക്കെ 99 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഈ റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ദിസ് ഇസ് ഷെനേലിൻ്റെ റിങ്ങാണ് 100 രൂപയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇതിനൊന്നും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടത്തില്ല കേട്ടോ. മറ്റേ കമ്മലും മാലയൊക്കെ എടുത്തപ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ എം വെരി ഹാപ്പി ബിക്കോസ് 99 റുപ്പീസ് ഉള്ളൂ. ആൻഡ് ഷെനേലിൻ്റെ ആണ് ഇത്. ഓക്കെ, നമുക്ക് ഭയങ്കര പച്ചപ്പരിഷ്കാരിയായിട്ട് നടക്കാം ഷെനേലിൻ്റെ കമ്മലൊക്കെ ഇട്ടിട്ട്. പക്ഷെ 100 രൂപ ഉള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഞാനൊരു യെസ് ആ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനവും കൂടി ഉണ്ട്, ഇപ്പോൾ കാണിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ വാവയ്ക്ക് വാങ്ങിച്ച ഒരു ഹെയർ ബോ ആണിത്, ഒറ്റ ബോ കേട്ടോ. ഇതിന് 40 റുപ്പീസാണിത്, ബീഡ്സ് വെച്ചിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ആ കടയിൽ ഇതുപോലത്തെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അതുപോലത്തെ ഒത്തിരി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതുപോലത്തെ കടകൾ കുറേ ആ ഭാഗത്തേക്ക് നിറയെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കുറച്ച് വാങ്ങിച്ചത്. എന്നാലും ഇത് മതി. അവളിങ്ങനെ ഒറ്റ പോണി കിട്ടുമ്പോഴത്തേക്കും ഇത് വെച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവളുടെ കൈ ഞാൻ മാറ്റി വെച്ചതാണ്. ബിക്കോസ് നമുക്ക് ഹോൾ വീഡിയോ എടുത്തതിന് ശേഷം ഇതൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആരുടെടുത്തും ഒന്നും ഉപയോഗിക്കരുതെന്ന് സ്ട്രിക്റ്റ് വാർണിംഗ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാണ് ആ കടയിൽ നിന്നിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. ഡെഫിനറ്റായിട്ട് നിങ്ങൾ ആ കട ചെക്ക് ചെയ്യണം. ആ ഒരു ചെറിയ ഒരു ഇച്ചിരി ഇടവഴിയിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടയാണ്. വെരി വെരി അഫോർഡബിൾ. ആക്ച്വലി വേറെ കടകൾ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇനിയും ചില്ലറി വാങ്ങിച്ചേനെ കേട്ടോ. പിന്നെ ഞാൻ വഴിയിൽ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച വഴിക്കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു കമ്മലാണിത്. ഇതിന് 150 റുപ്പീസാണ്. 149 പറഞ്ഞു. ആ ചേട്ടൻ എനിക്ക് 150 റുപ്പീസ് തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ലൈക്ക് സോ ലൈറ്റ് വെയ്റ്റ്. ഒന്നും നമ്മുടെ കയ്യിലുള്ള ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ചെവിയിലിട്ട് കഴിഞ്ഞാൽ ചെവിയിലുള്ളതായിട്ട് തോന്നുന്നില്ല. മൊത്തത്തിൽ ഭയങ്കര കണ്ടാൽ ഭയങ്കര ഹെവി, പക്ഷേ ഭയങ്കര എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് ഉള്ള ജുംക്കയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ജയനഗർ 4th ബ്ലോക്ക് എന്ന് വാങ്ങിച്ചത്. ഞാൻ അങ്ങനെ ഹാപ്പി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എക്സ്ട്രീംലി ഹാപ്പി ഒന്നുമല്ല. ബിക്കോസ് ഞാൻ ഭയങ്കര ഈ റീലും ഒക്കെ ഷോർട്സും ഒക്കെ കണ്ട് സൂപ്പർ എക്സൈറ്റ്മെൻറ്റിലാണ് പോയത്. ഭയങ്കര സാധനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ബിൽഡിങ്ങിൽ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊന്നും പോകണ്ട. വെറുതെ നമുക്ക് ജസ്റ്റ് കാണാം, കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ടെക്സ്മാർട്ടിലേക്കാണ്. ടെക്സ്മാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്പോർട്ട് റിജക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു വലിയ ഒരു 3 നില കെട്ടിടമാണ് ടെക്സ്മാർട്ട്. കുട്ടികൾക്ക് എന്താ പറയുക, ടെക്സ്മാർട്ട് ആസ് സച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ആസ് എ ജെൻഡർ സ്ത്രീകൾക്ക് ഒരു സാധനം അവിടെ നിന്ന് കിട്ടൂല. അതാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഞാൻ എൻ്റെ മോൾക്ക് വാവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് നോക്കി, എനിക്കൊരു സാധനം കിട്ടിയില്ല. ഉള്ളതൊന്നും എനിക്ക് അങ്ങനെ വലിയ സ്റ്റൈലിനായിട്ട് തോന്നിയില്ല. പിന്നെ ടീനേജുകാർക്ക് പെൺകുട്ടികൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞിന് കിട്ടിയില്ല, ഓക്കെ. പക്ഷേ ആൺപിള്ളേർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളുണ്ട്. എസ്പെഷ്യലി അണ്ടർവെയർ. എൻ്റെ അമ്മേ, ഒരു പഞ്ചായത്ത് മുഴുവൻ അണ്ടർവെയറാണ്. അത് ഭയങ്കര ലാഭമായിട്ട് തോന്നി കേട്ടോ. വെസ്റ്റ് സൈഡ് ബ്രാൻഡിൻ്റെ അണ്ടർവെയർസ് ആണ്. 5 എണ്ണത്തിന് 172 രൂപ. ഒരെണ്ണത്തിന്, അതായത് ബോക്സർ മാതിരി പറഞ്ഞതിന് ഒരെണ്ണത്തിന് 30 സംതിങ് രൂപ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അണ്ടർവെയർ വാങ്ങിക്കാൻ വേണ്ടി ഭയങ്കര ലാഭമായിട്ട് തോന്നി. സ്കൂളൊക്കെ തുറക്കട്ടല്ലേ, നമുക്ക് അടുത്ത വർഷത്തേക്ക് അണ്ടർവെയർ ഒക്കെ വാങ്ങിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കൊച്ചിന് വാങ്ങിച്ചിട്ട് മൂത്തതിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൺകുട്ടികൾക്ക്
ടീഷർട്ട്സ് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഈ 149 രൂപ 200 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ മോന് വാങ്ങിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ അത്യാവശ്യം അങ്ങനെ എനിക്ക് എന്താ പറയുക വാങ്ങിച്ചേ പറ്റൂ. എനിക്ക് അങ്ങനെ എനിക്കൊന്നും ഒരു പൈസയും തോന്നിയില്ല. പിന്നെ നമ്മൾ തൊട്ട് മേലത്തെ സെഷനിലേക്ക് പോയതാണ് ഫുഡ്വെയറും ഇഫ് യു ഹാവ് ടൈം നമ്മളിങ്ങനെ കുറേ നേരം സമയമൊക്കെ കിട്ടി നമ്മളവിടെ കുറേ നേരം ഡിഗ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് സംതിങ് എന്നല്ലാണ്ട് നമുക്കിങ്ങനെ ഓടിപ്പോയിട്ട് പിക്ക് ചെയ്തിട്ട് അയ്യോ ഇത് എനിക്ക് എന്ത് ഇഷ്ടപ്പെടുന്ന പറയാം അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറേ ഷൂസ് കണ്ടു. ഈവൻ സുഡിയോൻ്റെ തന്നെ റിജക്റ്റ് അവിടെ കിടപ്പുണ്ട്. സുഡിയോൻ്റെ ഉണ്ട്, സ്നീക്കേഴ്സ് പല യുണൈറ്റഡ് UBCൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ UCBൻ്റെ ഉണ്ട്, അങ്ങനെ കുറേ ബ്രാൻഡുകളുടെ റിജക്റ്റ് ഉണ്ട്. പക്ഷേ എനിക്കൂടെ എക്സ്പോർട്ട് റിജക്റ്റ് ആണോന്ന് അറിയത്തില്ല. അതൊക്കെ ഒരു മുഷിഞ്ഞ ലുക്കായിട്ടാണ് എനിക്ക് കുറച്ച് തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചെരുപ്പ് തപ്പിയാൽ കിട്ടുമായിരിക്കും. കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഷൂസ്. ഭയങ്കര വെറൈറ്റി ബ്ലാക്ക് ഷൂസസ് ഉണ്ട്. സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഭയങ്കര നല്ലതായിരിക്കും. പിന്നെ അതിനുശേഷം ഞാൻ സ്ത്രീകളുടെ ലൈക്ക് വിമൻ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് ഹാപ്പി ഒന്നുമില്ല. ഐ വാസ് ലൈക്ക് ടോട്ടലി കൈൻഡ് ഓഫ് ഡിസപ്പോയിൻറ്റഡ് ബിക്കോസ് എല്ലാം ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കുമായിരുന്നു. എനിക്കപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ട് തോന്നിയില്ല. എനിക്ക് ആകെ കിട്ടിയ 2 സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാവേ. നമ്മളുടെ HRX ഉണ്ടല്ലോ, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ബ്രാൻഡ്. HRXൻ്റെ ആണ് ഈശ്വരൻ എനിക്ക് കിട്ടിയത് അല്ലെന്നാണ് അല്ലല്ല സ്പങ്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. അവരുടെ ഒരു നമ്മളുടെ വർക്കൗട്ട് ടീ അതാണ് എനിക്ക് ഒരെണ്ണം കിട്ടിയത്. ഇതെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തോന്നി. ഇത് അവരുടെ റേറ്റ് 99 രൂപയുള്ളൂ. ഓക്കെ, ഇതെനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഇതെനിക്ക് ജിമ്മിലിടാൻ വേണ്ടി പറ്റിയ ഒരു ക്രോപ്പ് ടോപ്പായിട്ട് തോന്നി. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അതിൻ്റെ കൂടെ ഉണ്ടാവേണ്ടത്, അത് കാണാനില്ല. ഓക്കെ, അപ്പോൾ 99 രൂപയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ ടീഷർട്ട് ഭയങ്കര ലാഭമാണ്. ആൻഡ് ക്വാളിറ്റി വൈസ് സ്പങ്ക് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അത്ലറ്റിക് ഫിറ്റ് ടീയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ വേറൊരു ടീഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലല്ലോ എൻ്റെ ടീഷർട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് HRXൻ്റെ അല്ലല്ലേ HRXൻ്റെ തന്നെ വേറൊരു ഫിറ്റിംഗ് ടീഷർട്ട് മാതിരത്തെ ഒരു സാധനം കിട്ടിയത്. ടീഷർട്ട് അല്ല, ക്രോപ്പ് ടോപ്പ് മാതിരത്തത് വിത്ത് സ്ലീവാണ് കേട്ടോ. ഇത് ആക്റ്റീവ് വെയർ ആണ്. ഇതിന് ആക്ച്വലി ഈ റേറ്റ് വന്നിട്ട് 299 രൂപയുള്ളൂ. അതിൻ്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് 2600 അതായത് 2700 രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ HRX എപ്പോഴും ആക്കാൻ റേറ്റ് കൂട്ടുമെങ്കിൽ നമുക്ക് ഈവൻ മിന്ത്രയിൽ തന്നെ റേറ്റ് കുറവിൽ കിട്ടും. പക്ഷേ 300 രൂപയ്ക്ക് കിട്ടില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ടൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രോപ്പ് ടോപ്പ് മാതിരി എനിക്ക് എൻ്റെ ഒരു മെറ്റീരിയലും ഇഷ്ടപ്പെട്ടു, സ്ലീവും ഇഷ്ടപ്പെട്ടു, എനിക്ക് പാറ്റേൺ ഇഷ്ടപ്പെട്ടു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. HRXൻ്റെ കുറേ ആക്റ്റീവ് വെയർസ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈവൻ നമ്മുടെ ഈ പാൻസ് ഒക്കെ നല്ല രസമുള്ളതുണ്ട്. എല്ലാം 299 റുപ്പീസ്, 199, 249, 399 അങ്ങനെ ഭയങ്കര റേറ്റ് കുറവിലേക്ക് കിട്ടി. അല്ലാണ്ട് എന്താ പറയുക, ഡ്രസ്സ് എന്ന് പറയില്ലേ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സിന് നമ്മൾ ടീഷർട്ട് ടോപ്സ് എനിക്ക് അതൊന്നും അത്ര ഹാപ്പി ആയില്ല. എനിക്ക് കണ്ടിട്ട് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയാം. എനിക്ക് അത്ര തൃപ്തികരമായി തോന്നിയില്ല. പിന്നെ ഞാൻ മെൻ സെക്ഷനിലേക്ക് പോയി. മെൻ സെക്ഷൻ അത്യാവശ്യം ഡീസൻ്റ് ആണ് കേട്ടോ. ബിക്കോസ് പിന്നെ ഇവർ കുറച്ച് ലൈക്ക് ഓർഗനൈസ്ഡ് ആണ്. സ്മോള്, മീഡിയം, ലാർജ്, XL, XXL, XXL എല്ലാം അവർ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പറായിട്ട് കേട്ടോ. അതിനവർക്ക് നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. നല്ല അടിപൊളിയായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെൻ സെക്ഷൻ ഒരു മിനിറ്റ് ഞാൻ വരുന്നു. അപ്പോൾ ഈ മെൻ സെക്ഷനിൽ നിന്ന് ഞാൻ കിരണിന് വേണ്ടി വാങ്ങിച്ച ടീഷർട്ടാണ്, വീട്ടിലിടാന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ബിക്കോസ് എല്ലാം ബ്രാൻഡഡ് ആണ് കേട്ടോ. അല്ല, എല്ലാം ബ്രാൻഡഡ് അല്ല, ഇതൊക്കെയൊക്കെ ബ്രാൻഡഡ് ആണ്. ഓക്കെ, അത്യാവശ്യം എല്ലാ ടീഷർട്ട്സും നല്ലതാണ്. ഇതിപ്പോൾ UCBൻ്റെ യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെൻറ്റൻ്റെ നല്ലൊരു ടീഷർട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇതിന് ആക്ച്വലി 299 ഉള്ളൂ. വേണ്ട, നല്ല ടീഷർട്ട്. ഇപ്പോൾ വീട്ടിൽ വേണമെങ്കിൽ ഇടാം, പുറത്ത് വേണമെങ്കിൽ ഇടാം. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നി. ഇത് ഈ ആണുങ്ങളുടെ സെക്ഷനിലുള്ള ടീഷർട്ട്സ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് കിടപ്പുണ്ട്. നല്ല ടീഷർട്ട്സ് ഒക്കെ നമുക്ക് എടുക്കാൻ തോന്നും. ഇപ്പോൾ ഞാൻ 3 നിർത്തിയതാണ്. ആക്ച്വലി ഇനിയും നമുക്ക് ടീഷർട്ട്സ് എടുക്കാമായിരുന്നു. അത്രയ്ക്കും നല്ല കളക്ഷൻ. ഏത് വേണം എന്നൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരെണ്ണം അവിടെ കിടപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നത് നമ്മുടെ പെപ്സിൻ്റെ ലോഗോൻ്റെ ഒരു ടീഷർട്ട്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ യെല്ലോ നല്ല ഭംഗിയുണ്ട്. കിരണ് നന്നായിട്ട് ചേരണ ടൈപ്പ് ഓഫ് ഒരു യെല്ലോ ആണ്. അപ്പോൾ എനിക്കിത് യെല്ലോ കണ്ടപ്പോൾ എനിക്ക് വിടാൻ തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഈ പെപ്സി ലോഗോ ഇതിൻ്റെ ഈ ടീഷർട്ടിൻ്റെ തന്നെ ബ്ലാക്ക് എന്തോ ഉണ്ടായിരുന്നു. ഇതിന് നമുക്ക് 299 റുപ്പീസ് ഉള്ളൂ. ആൻഡ് പിന്നെ ഒരു ബ്ലാക്ക്, ആക്ച്വലി ഞാൻ ബ്ലാക്ക് എന്തിനാണ് എടുത്തത് ഞാൻ പിന്നെയാണ് ഓർത്തത്. പക്ഷേ എനിക്ക് ബ്ലാക്കിൻ്റെ പാറ്റേൺ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത്. ഇതിന് 149 റുപ്പീസ് ഉള്ളൂ. അത്രയും വില കുറവാണ് ടീഷർട്ട് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ 1-2 പ്രാവശ്യം പുറത്തിട്ടതിന് ശേഷം നമുക്ക് ഇത് വീട്ടിലിടാം. അപ്പോൾ 3 ടീഷർട്ടാണ് ഞാൻ കിരണിന് വേണ്ടി വാങ്ങിച്ചത്. ആണുങ്ങളുടെ സെഷൻ ഇസ് നൈസ്. ഈവൻ ഷർട്ട് നല്ല രസമുണ്ട്. നല്ല
കാഷ്വൽ ഷർട്ട്സ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല കുർത്താസ്, അങ്ങനത്തെ സാധനങ്ങളില്ല, ബ്ലേസേഴ്സ്, പിന്നെ ബൂട്ട്സ്, അതൊക്കെ നിറച്ചുണ്ട്. നല്ലോണം ചെരുപ്പിൻ്റെ കാറ്റഗറി ആണുങ്ങൾക്ക് നന്നായിട്ടുണ്ട്. എനിക്ക് ടെക്സ്മാർട്ടിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മാങ്ങാണ്ടി അവിടെ ഇല്ല. അത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല പോയിട്ട്. അതാണ് എനിക്ക് തീരെ ഒട്ടും ഇഷ്ടപ്പെടാത്ത. പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരണ്ടേ. ഇപ്പോൾ ഞാൻ രാവിലെ ഒരു 11:30 പോയിട്ട് ഞാൻ വന്നത് 8:30. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങണ്ടേന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ടെക്സ്മാർട്ടിൽ നിന്ന് ഈ ഒരു വുഡൻ ടോയ്. ഇത് മോന് വേണ്ടി വാങ്ങിച്ചതാണ്, നമ്മുടെ വുഡൻ ലോറി കേട്ടോ. ഇത് നമ്മൾ ശരിക്കും നാട്ടിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ചന്നപട്ടണ പറഞ്ഞിട്ട സ്ഥലമുണ്ട്. അവിടെയാണ് ഈ വുഡൻ ടോയ്സ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്, ഒരു വില്ലേജാണ്. ആ സ്ഥലം മുഴുവനും, ചന്നപട്ടണം മുഴുവനും ഈ വുഡൻ ടോയ്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് പലതരം. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ വില കൂടുതലാണ്. പക്ഷേ ഇവിടെ വെറും 99 രൂപയുള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വാവയ്ക്ക് വാങ്ങിച്ചത് ആക്ച്വലി അവൾ എപ്പോഴും നമ്മുടെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി കൂടുന്നതാണ്, ഈ പരത്താൻ വേണ്ടി. അപ്പോൾ അവൾക്കൊരു കുഞ്ഞു ചപ്പാത്തീൻ്റെ പലകയും ആൻഡ് ഓൾസോ ഉരുട്ടണ സാധനം കാണാനില്ല. വന്ന് അന്ന് ഞാൻ കൊടുക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ആ പരത്തണ സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല, ആ ഒരു ഇത് ചപ്പാത്തി പരത്തുന്ന ആ വടി. അപ്പോൾ ഇതിനും 99 റുപ്പീസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പിള്ളേർക്ക് വാങ്ങിച്ചത്. ഞാൻ വേറെ സാധനങ്ങളൊന്നും പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ എത്രയല്ലേ ഉള്ളൂ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ടെക്സ്മാർട്ട് ആൻഡ് ഓൾസോ ജയനഗറിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വലിയ ഹാപ്പി ഒന്നും ആയിട്ടൊന്നുമില്ല. ബിക്കോസ് ടെക്സ്മാർട്ടിനും ഞാൻ കൂടുതൽ എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അടിപൊളി സാധനങ്ങൾ കിട്ടും എന്നൊക്കെയാണ് റീൽസിലും ഷോർട്സിലൊക്കെ കണ്ടത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ പല വെറൈറ്റി ഓഫ് ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് നമ്മൾ പല കാറ്റഗറി നോക്കും. ഇപ്പോൾ കുർത്തയൊക്കെ ഭയങ്കര ദുരന്തമാണ്, എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. സൽവാർ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാരീസ് ഒന്നും ഞാൻ കണ്ടായിട്ട് എനിക്ക് ഓർക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നല്ല സാധനങ്ങളുള്ളത് ഈ ഹോം ഡെക്കോർ കുഴപ്പമില്ല. പക്ഷേ ഞാനിപ്പോൾ ഹോം ഡെക്കോർസ് ഒന്നും തന്നെ വാങ്ങുന്നില്ല, ബിക്കോസ് നമ്മുടെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഇപ്പം ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ടെക്സ്മാർട്ടിൽ നിന്ന് ഡീസെൻ്റ് ആയിട്ട് കിട്ടിയത്. അല്ലാണ്ട് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ടെക്സ്മാർട്ടിൽ നിന്നും ആൻഡ് ഓൾസോ നമ്മുടെ ജയനഗറിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതാണ് ജയനഗറിൽ നിന്ന് ആക്ച്വലി കുറച്ചും കൂടിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എനിക്ക് പണ്ടത്തെ മാതിരി കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കണമെന്ന് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഹാപ്പി ആവും. അല്ലെങ്കിൽ ഞാൻ ഇതിനെ ബഡ്ജറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. ബിക്കോസ് ഞാൻ മെയിനായിട്ട് പോകുന്നത് വ്ളോഗ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഷോപ്പിംഗ് കുറച്ച് കുറയ്ക്കും കേട്ടോ. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഇത്രയും സാധനങ്ങളുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ ജയനഗറിലൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ജയനഗർ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ. നമ്മളുടെ ഇവിടെ നിന്നൊരു 27 കിലോമീറ്റേഴ്സ് ഉണ്ട് ജയനഗറിലേക്ക്. അപ്പോൾ നമ്മൾ നല്ല ദൂരത്തു നിന്നാണ്. അപ്പോൾ നമ്മളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ടും കുറച്ച് റീൽസ് ആൻഡ് ഷോർട്സ് കണ്ടതിൻ്റെ എക്സ്പീരിയൻസിലും ബ്ലോഗൊക്കെ കണ്ട എക്സ്പീരിയൻസിൽ നമ്മൾ പോയത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇനിയും കൂടുതൽ ഹിഡൻ ജെംസ് ഉള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറന്നുകൊണ്ട് ജയനഗർ അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പോൾ സീ ആണ് നെക്സ്റ്റ് വീഡിയോ. ബൈ. ആൻഡ് ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകണം, എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്നത് മനസ്സിലായി, ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ. ടേക്ക് കെയർ.